ഒരു മീൻ വറുത്തത് കൂട്ടി ചോറുണ്ണാൻ ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. പക്ഷേ എപ്പോഴും ഒരേ മസാലയിലുള്ള മീൻ ഫ്രൈ കഴിക്കുന്നതിന് പകരം ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ? മസാല അരച്ചെടുക്കുമ്പോൾ തന്നെ ഈ മാംഗ്ലൂർ ഫിഷ് ഫ്രൈയുടെ മണം നിങ്ങളെ കയ്യിലെടുക്കും. സാധാരണ ലേഡി ഫിഷ് അല്ലെങ്കിൽ കതിരാൻ എന്നറിയപ്പെടുന്ന മീനിലാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ ചെറു മത്സ്യങ്ങളിൽ ഏത് വേണമെങ്കിലും ഈ ഒരു ഫിഷ് ഫ്രൈ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു 6 ലേഡി ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മസാല തേച്ച് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇതിനു വേണ്ട മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും മറ്റൊരു ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഉണക്കമുളക്, ഇതിന് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകവും ഒരു 4-5 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ്, നല്ല കട്ടിയായിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ പൾസ് ചെയ്തെടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ കുറച്ച് പണിയാണ്. കാരണം നമ്മൾ മുഴുവൻ മല്ലിയൊക്കെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ നമ്മളിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ മസാലയെല്ലാം നന്നായിട്ട് അരച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ മസാലയ്ക്ക് വേണ്ട ചേരുവകളുടെ അളവും കൂടെ കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. മംഗലാപുരത്തുകാർ ഇതിന് കാനേ ഫിഷ് എന്നാണ് കേട്ടോ പറയുക. ഇത് എത്ര ഫ്രൈ ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉൾഭാഗമാണ് ഇതിന്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫിഷ് ഫ്രൈയിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത്. ഈ മസാലയ്ക്ക് ചെറിയൊരു തരിതരിപ്പുള്ളത് കൊണ്ട് മീനിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. എന്നാലും എല്ലാ ഭാഗത്തും പെടുന്ന രീതിയിൽ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ എല്ലാ മീനിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കണം. പറ്റുമെങ്കിൽ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതായിരിക്കും. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചും എടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നേരം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു കോട്ടിംഗ് കൊടുക്കണം. ഇതിൻ്റെ മസാല നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ താഴെ പോകാതിരിക്കാനായിട്ട് ആദ്യം എല്ലാം നിരത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് റവയൊന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിൽ റവ നിരത്തിയിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും ആ റവ നന്നായിട്ട് അങ്ങ് പറ്റിപ്പിടിച്ചോളും. അപ്പോൾ ഈ ഉള്ളിലുള്ള മസാല പുറത്തേക്ക് പോകാതെ ഇരിക്കും. നല്ലൊരു ക്രിസ്പിനെസ്സും നമ്മളുടെ മീനിന് കിട്ടുന്നതായിരിക്കും. ഞാനിത് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഏകദേശം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് റവയും കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അതിനായി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരുപാട് മുങ്ങി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം റവയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ള് കുക്കാവുകയില്ല. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ചെറുതായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് മുകളിൽ വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഫ്രൈ ആവുമ്പോൾ മെല്ലെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ്. അതുകൊണ്ട് തിരിച്ചിടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പെട്ടെന്നത് ഉടഞ്ഞു പോകും. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാനിങ്ങനെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാനായിട്ട്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മാംഗ്ലൂർ സ്റ്റൈൽ ലേഡി ഫിഷ് ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ലൊരു മസാലയാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴെല്ലാവരും സ്ഥിരം ഫിഷ് ഫ്രൈ ഒന്ന് മാറ്റിപ്പിടിച്ച് ഈ മാംഗ്ലൂർ സ്റ്റൈൽ ലേഡി ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്